guys, welcome back to Cuddle Cloud. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഫൈനലി നമ്മൾ 300Kയുടെ ഗീവ് അവേ ചെയ്യാൻ പോവുകയാണ്. 300K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 31 നമ്മൾ 300K ആയത്. ഇപ്പോൾ ഏകദേശം 1.5 മാസത്തോളമായി നമ്മൾ ഈ ഗീവ് അവേ പറഞ്ഞിട്ട്. എന്തായാലും ഗിഫ്റ്റൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഈ വെയിറ്റ് വെർത്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും തോന്നും. അപ്പോൾ ഗിഫ്റ്റൊക്കെ കാണിച്ചു തരാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അധികം നേരമൊന്നും എടുക്കില്ല. ഇപ്രാവശ്യം എല്ലാം പെട്ടെന്നായിരിക്കും പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം ഞാൻ എന്തൊക്കെയാണ് ഗിഫ്റ്റ് എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. സോ നമ്പർ 1 ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ട്, അതായത് ഇങ്ങനെ വല്ല മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് സന്തോഷമുള്ളപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഭയങ്കര ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ജേർണി ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 7-8 മാസമായിട്ടേ ഉള്ളൂ. പക്ഷേ അതിന് മുമ്പ് വർഷങ്ങളായിട്ട് ഞാൻ വേറെ ചാനൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും കിട്ടാത്തൊരു സപ്പോർട്ടായിരുന്നു എനിക്ക് ഈ ഒരു കഡിൽ ക്ലൗഡ് എന്നുള്ള ചാനലിൽ കിട്ടിയിട്ടുള്ളത്. നമ്മൾ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു സപ്പോർട്ട് യൂട്യൂബിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹാർഡ് വർക്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. യൂട്യൂബിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അതുപോലെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ചാനൽ തന്നെയാണ്. അങ്ങനെ സക്സസ്ഫുൾ എന്ന് പറയാനുള്ള റീസണും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്ക് യു സോ മച്ച്. ആൻഡ് രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി എന്നുള്ളത് പറയാം. ഇനി എന്തുകൊണ്ടാണ് ലേറ്റ് ആയി എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ റീസൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഒരു ആവേശത്തിൽ 15 പേരുടെ ഗിവ് അവേ എന്ന് പറഞ്ഞു. പക്ഷേ 15 പേർക്ക് എന്താ ഇപ്പോൾ കൊടുക്കുക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് തന്നെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ മുമ്പ് മുതലേ നോട്ട് വിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓക്കെ. അതല്ലാതെ എന്തൊക്കെ വാങ്ങിക്കുന്ന എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനമൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓർഡർ ചെയ്ത് കിട്ടാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. കിട്ടിക്കഴിഞ്ഞ് ഞാൻ കുറച്ച് റിട്ടേൺ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ ഒരു സാധനം ഇങ്ങനെ നോക്കിയിട്ട് ഇത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടും. അത് കഴിയുമ്പോൾ എൻ്റെ മൈൻഡ് മാറും. മീൻസ് 300Kയുടെ ഗിവ് അവേ ഒക്കെ അല്ലേ, ഇതൊക്കെ കൊടുക്കാൻ പറ്റുമോ, ഇതൊക്കെ എന്താ, ഇതിപ്പോൾ ഒരു രസമില്ലല്ലോ, നമുക്ക് വേറെ എന്തെങ്കിലും കുറച്ച് വലുതായിട്ട് എന്തെങ്കിലും വാങ്ങാം. മൊത്തം ഇതുപോലെയായിരുന്നു. ആദ്യം ഇഷ്ടപ്പെട്ടൊരു സാധനം ഓർഡർ ചെയ്യും, കിട്ടിക്കഴിയുമ്പോൾ ഇത് കൊടുത്താൽ മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും സാധനം വാങ്ങിക്കും. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓർഡർ ചെയ്ത് കിട്ടിയ സാധനത്തിൽ ഞാൻ അത്ര വലിയ സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. ചില സാധനങ്ങളൊക്കെ ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില സാധനമൊക്കെ ഇത് കൊടുത്താൽ മതിയോ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് പണ്ട് മുതലേ പറഞ്ഞ് ഞാൻ വേറെ വല്ലവിടേക്ക് എത്തും. എന്നാലും കുറച്ച് ഇങ്ങനെ പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ട് പോലെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൊടുക്കുന്നതിന് മുമ്പ് 100 കാര്യങ്ങൾ ആലോചിക്കും. അവർക്ക് ഇഷ്ടപ്പെടുമോ, അവർ ഇത് കണ്ടിട്ട് ഈ ഒരു ഗിഫ്റ്റാണോ എന്നൊക്കെ പറയുമോ എന്നൊക്കെയാണ്. എന്തായാലും ഫൈനലി കണ്ടുപിടിച്ച് 15 പേർക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധനം കാണിച്ചു തരാം. അതിന് മുമ്പ് ഇതിലങ്ങനെ ഇപ്പം എന്താ പറയുക, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞിട്ട് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം എല്ലാം ഈക്വലി എക്സൈറ്റിങ് ആൻഡ് ഈക്വലി അടിപൊളിയായിട്ടുള്ള സാധനമാണ്. കുറേ സാധനമൊക്കെ ഈ സാധനമോ അങ്ങനെയൊക്കെ പറയുമായിരിക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പറഞ്ഞിട്ട് ഏത് ഓർഡറിൽ പറയണം, എങ്ങനെ പറയണം എന്നുള്ള അറിയില്ല. ഈവൻ ഇപ്പോൾ പോലും ഞാൻ ഏതാ ഫസ്റ്റ് കൊടുക്കുക ഏതാ സെക്കൻഡ് കൊടുക്കുക എന്നൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പറഞ്ഞ പോലെ ഇല്ല. ഇനി അടുത്ത കാര്യം പറയാനാണെങ്കിൽ ഇപ്രാവശ്യം അങ്ങനെ റൂൾസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ 2 ഗിവ് അവേ നടത്തി. ഒന്ന് 50Kയും പിന്നൊന്ന് 100Kയുടെ ഗിവ് അവേ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റായിട്ട് ഗിവ് അവേ കൊടുക്കണം. അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് ഗിവ് അവേ കൊടുത്തിട്ടുള്ളവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണല്ലോ നമ്മൾ ഗിവ് അവേ കൊടുക്കുക. അപ്പോൾ അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ റൂൾസ് എന്തൊക്കെ വേണം, ഇത് ചെയ്യണം അത് ചെയ്യണം, ഫ്രണ്ട്സിനെ അയക്കണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുള്ളത്. ആ ഒരു ആവേശം കയറിയിട്ടായിരുന്നു ഞാൻ ഫസ്റ്റൊക്കെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ നമ്മളിപ്പോൾ 2 ഗിവ് അവേ കൊടുത്തോണ്ട് തന്നെ നമുക്ക് മൈൻഡിൽ അറിയാമല്ലോ എന്താ ശരിക്കും ഗിവ് അവേ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഇപ്രാവശ്യം പ്രത്യേകിച്ച് റൂൾസും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് എക്സാം ടൈമും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ കോളേജ് കഴിഞ്ഞിട്ട് വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എക്സാം എങ്ങനെയാണ്, എത്ര ഡേറ്റ് മുതൽ എത്ര ഡേറ്റ് വരാമെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും മാർച്ച് ടൈം എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് എക്സാം ടൈം ആയിരിക്കും. അതുകൊണ്ട് തന്നെ എക്സാം ടൈമിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല, പേടിക്കണ്ട. അപ്പം ഞാൻ ജസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. റൂൾസ് അല്ല, ജസ്റ്റ് നമ്മുടെ ഗിവ് അവേയിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പം നമ്മൾ കറൻ്റ്ലി
എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 469K ആണ് നമ്മൾ കറൻ്റ്ലി ഉള്ളത്. അപ്പോൾ 400K നമുക്ക് ഗിവ് അവേ ഇല്ല, കാരണം 300K കഴിഞ്ഞു, അപ്പോൾ തന്നെ 400K ആയി. ഇപ്പോഴാണ് ഞാൻ ഗിവ് അവേ ചെയ്യുന്നത്. 500Kക്ക് ഒരു ഗിവ് അവേ ഉണ്ടാവും. ഹോപ്പ്ഫുള്ളി എനിക്കൊരാഗ്രഹമുണ്ട് ഫെബ്രുവരി തന്നെ ആവണം എന്നുള്ളത്. ഫെബ്രുവരിയിൽ നമ്മൾ 500K ആവുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു 15 പേരുടെ ഗിവ് അവേ നമുക്ക് ചെയ്യാം. ആൻഡ് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചൊക്കെ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫെബ്രുവരി തന്നെ 500K ആവുകയാണെങ്കിൽ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ്, തമാശ രീതിയിൽ പറഞ്ഞതാണ്, ചേച്ചി ഡിസംബറിൽ 300K ആയി, ജനുവരിയിൽ 400K ആയി, ഈ ഒരു മാസം 500K ആവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ആളോട് പറയാനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ജനറലി എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എല്ലാ മാസവും 100K വെച്ച് കിട്ടുന്നത് വെറുതെ അല്ലല്ലോ ഗൈസ്. നമ്മൾ ഡെയിലി 2 വീഡിയോ മുടങ്ങാതെ ഇട്ട് ആഴ്ചയിൽ ഒരു ലോങ് വീഡിയോ ഇട്ട് അങ്ങനെ നല്ല പണിവെട്ടാണ് നമ്മൾ ഈ 100K എല്ലാ മാസവും കിട്ടുന്നത്. നമ്മളിപ്പോൾ ഒന്നരാടം വെച്ച് ഒരു വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് പിന്നെയും മനസ്സിലിങ്ങനെ പറയാം, ഇപ്പം ഞാൻ വല്ലപ്പോഴേക്കല്ലേ വീഡിയോ ഇടുള്ളൂ, എന്നിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വേണം എന്നുള്ളത് ആഗ്രഹിക്കുന്നത് ആർത്തിയാണെന്ന് പറയാൻ പറ്റും. പക്ഷേ ഞാൻ അതിനുവേണ്ടി നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ജനറലി ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് അയ്യോ അത് പറഞ്ഞില്ല എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇനി നമുക്ക് എങ്ങനെ ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒറ്റ മൈൻഡില്ല, എനിക്ക് 2 മൈൻഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം ഞാൻ ആലോചിക്കാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഞാൻ ചില ഗിവ് അവേസിലൊക്കെ കണ്ടിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളവരല്ലേ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയില്ല എന്നൊക്കെ. അതേപോലെ ഞാനും ആലോചിക്കും, ഇപ്പം ഞാൻ എന്തിനാണ് നിർബന്ധിക്കണത്, ഇഷ്ടമുള്ളവർ ചെയ്താൽ പോരെയെന്ന് ആലോചിക്കും. പക്ഷേ അടുത്ത മൈൻഡ് കൊണ്ട് ഞാൻ എന്താ ആലോചിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയണത് ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. പക്ഷേ ആ ഒരു ടൈമിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു വാല്യൂ ഇല്ലാതാവില്ല. ഐ മീൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും ഗിവ് അവേ കൊടുക്കും, സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഗിവ് അവേ കൊടുക്കും എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങളെന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നുള്ളൊരു തോട്ട് വരുമോ എന്ന് ഞാനങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ആലോചിച്ച സമയത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമത്തെ സംഭവം, റൂളല്ല, രണ്ടാമത്തെ സംഭവം, ഇതാണ് മെയിനായിട്ട് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്ക്രിപ്ഷനിൽ താഴെ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഫോം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് നെഞ്ഞടിക്കാൻ തുടങ്ങും, വേറൊന്നുമല്ല, ചിലർക്ക് ഓപ്പൺ ആവില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് കമൻറ്റ്സ് ഇട്ടാൽ പോരെ ചേച്ചി, എന്തിനാ ഗൂഗിൾ ഫോം എന്നൊക്കെ പറഞ്ഞ് പണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഗൂഗിൾ ഫോം വഴി തന്നെയാണ്. ഗൂഗിൾ ഫോമിൽ പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഗൂഗിൾ ഫോം ഞാനിതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഗൂഗിൾ ഫോമിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പേരടിച്ചു കൊടുക്കുക, നിങ്ങളുടെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക, ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക, പിന്നെ ചാനലിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിലോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 4 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതായത് നമ്മൾ ജസ്റ്റ് കമൻ്റ് ഇടുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഗൂഗിൾ ഫോം വഴിയാണ് ഇടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ കമൻറ്റിന് പകരം ഗൂഗിൾ ഫോം എല്ലാ തവണയും പ്രിഫർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ 1 റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കമൻറ്റ്സ് വഴി ഇടുകയാണെങ്കിൽ ഇഷ്ടംപോലെ കമൻറ്റ്സ് എന്തായാലും വരും. മിനിമം ഒരു 2000 കമൻറ്റ്സ് എങ്കിലും വരുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇത്രയും കമൻറ്റ്സ് വരുന്ന ടൈമിൽ ഫോണിൽ നമുക്ക് നോക്കാൻ പറ്റില്ല. ഫോണിൽ കുറച്ച് നോക്കി വന്നാൽ ഒരു 100-150 കമൻറ്റൊക്കെ 150 കമൻറ്റ് വരുമെന്ന് പോലും എനിക്കറിയില്ല. ഒരു 100 കമൻറ്റ് മിനിമം ആകുമ്പോഴേക്കും ഹാങ് ആവും. പിന്നെ നമ്മൾ ഫസ്റ്റ് മുതലുള്ള കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള കമൻറ്റൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒന്നാമത്തെ കാര്യം. പിന്നെ ലാപ്ടോപ്പിൽ നമുക്ക് എല്ലാ കമൻറ്റ്സും ഓപ്പൺ ചെയ്യാൻ പറ്റും, പക്ഷേ കമൻറ്റിൻ്റെ എണ്ണം കൂടുന്തോറും അതിൽ സ്ക്രോൾ ചെയ്ത് വരാനുള്ളൊരു പരിമിതിയും കൂടെ അതിനകത്തുണ്ട്. പിന്നെ നമ്മൾ ഇടയിൽ വെച്ച് അറിയാതെ വല്ലതും ക്ലോസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മുതൽ നമ്മൾ കമൻറ്റ് നോക്കേണ്ടി വരും. ഈവൻ ഇഫ് നമ്മളൊരു കമൻറ്റ് സെലക്ട് ചെയ്തു, പക്ഷേ അബദ്ധവശാൽ അത് സ്ക്രീൻഷോട്ട് എടുക്കാനോ എന്തെങ്കിലും മാർക്ക് ചെയ്ത് വെക്കാൻ മറന്നുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പോയതാണ്, പിന്നെ നമുക്ക് നോക്കി എടുക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ലിമിറ്റേഷൻസ് കമൻറ്റ്സ് ത്രൂ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഗൂഗിൾ ഫോം എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത്. പിന്നെ ഈവൻ ഇഫ് നമ്മൾ കമൻറ്റ് ഇട്ടിട്ട് കമൻറ്റിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ആളെ എങ്ങനെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നല്ലെങ്കിൽ എൻ്റെ ഇമെയിലിൽ കോൺടാക്ട് ചെയ്യാൻ പറയാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ഇമെയിലോ എന്തെങ്കിലും തരാനായിട്ട് പറയാൻ പറ്റും.
പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇമെയിലിൽ വേറെ ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ അവരാണോ കോൺടാക്ട് ചെയ്ത് ഇനി വേറെ വല്ലവരും ആണോ കോൺടാക്ട് ചെയ്തതെന്ന് എനിക്ക് അറിയാനും പറ്റില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ള കാരണമാണ് ഗൂഗിൾ ഫോം ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഗൂഗിൾ ഫോം സേഫ് ആണോ സേഫ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും. ഗൂഗിൾ ഫോം സേഫാണ്. സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ അഡ്രസ്സ് നോക്കി സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഡ്രസ്സ് ഫസ്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഗൂഗിൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ കൊറോണ ടൈമിലൊക്കെ ഫുള്ള് സ്കൂൾ കാര്യത്തിനും ഒക്കെ നമ്മൾ ഗൂഗിൾ ഫോം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 300K ഗീവ് അവേ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ സെൻഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ആ ഗൂഗിൾ ഫോം ക്ലോസ് ചെയ്യും, ഡിലീറ്റും ചെയ്യും. അല്ലാതെ നിങ്ങളുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊന്നും ഞാൻ വെക്കാറൊന്നുമില്ല. മീൻസ് എനിക്ക് വെച്ചിട്ടൊന്നും ചെയ്യാനില്ല ഗൈസ്, അത്രയും വലിയ ബുദ്ധിയില്ല. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഞാൻ എന്തൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റ് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഗിഫ്റ്റ് എന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ ഗൂഗിൾ ഫോം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ കുറച്ച് മുമ്പല്ലേ പറഞ്ഞത് എല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും പറയാൻ മറക്കുന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കുന്നു. ഇതുവരെ ഗിവ് അവേ എപ്പോഴാണ് എൻഡ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഗിവ് അവേ എൻഡ് ചെയ്യുന്നത് 2 ആഴ്ച സമയം തരാം. കാരണം ഒരാഴ്ച എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഷോർട്ടായ പോലെ തോന്നുന്നുണ്ട്. അതല്ലാതെ ഇങ്ങനെ എന്താ പറയുക, 10 ദിവസം 15 ദിവസം 20 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര കൊടുക്കണം എന്നൊരു കൺഫ്യൂഷനും ഉണ്ട്. അപ്പം ഞാൻ തീരുമാനിച്ചു 2 വീക്സ് ടൈം ഉണ്ട്. 2 വീക്സ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻ്റ്ലി ഈ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് മിക്കവാറും 15 അല്ലെങ്കിൽ 16 ആയിട്ടായിരിക്കും. മാർച്ച് 1-ാം തീയതി. ഓക്കെ, മാർച്ച് 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി. മാർച്ച് 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി, കാരണം സാറ്റർഡേ എഡിറ്റ് ചെയ്ത് കഴിയുമെന്ന് എനിക്കറിയില്ല. മാർച്ച് 1 അല്ലെങ്കിൽ 2 ആയിട്ട് നമുക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 500K നമുക്ക് ഫെബ്രുവരി ആവുകയാണെങ്കിൽ നമുക്ക് ഒരു 15 പേരുടെ ഗിവ് അവേയും കൂടെ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി ഷോർട്സിൽ എന്താ ഫസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പർപ്പിൾ ജേർണൽ കിറ്റാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ്. ഈ ഒരു ജേർണൽ കിറ്റിനെ പറ്റി അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ ചാനലിൽ തന്നെ ഒരിക്കൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും കുറേ പേർക്കൊക്കെ ഈ ജേർണൽ കിറ്റിനെ പറ്റി നല്ല അറിവുണ്ട്. ഇനി അഥവാ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം കാണിച്ച ആ ഒരു ജേർണൽ ബുക്ക് ഉണ്ട്. പിന്നെ അതല്ലാതെ 3 ടൈപ്പ് മെമ്മോ പാഡ് ഉണ്ട്. നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതാനും നോർമൽ നോട്ട്സ് എഴുതാനും അതേപോലെയൊക്കെ. 2 എൻവലപ്പ് ഉണ്ട്. ഇത് കുറച്ച് സ്റ്റാമ്പ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതല്ലാതെ 2 വാഷി ടേപ്പ് ഉണ്ട്. പിന്നെ ഇത് കുറച്ച് പോസ്റ്റ് കാർഡാണ്. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അധികം ഉണ്ട്. എല്ലാം വെറൈറ്റി ഡിസൈൻ ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇഷ്ടംപോലെ ഫോട്ടോ സ്ട്രിപ്സ് ഉണ്ട്. ഇനി അതല്ലാതെ ഇഷ്ടംപോലെ പോസ്റ്റേഴ്സ് ഉണ്ട്. പല സൈസിലുള്ള കുറേ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കുറച്ച് ക്ലിയർ ആയിട്ടുള്ള സെൻറ്റൻസ് സ്റ്റിക്കേഴ്സാണ്. കുറച്ച് എനിക്ക് തോന്നുന്നു കൊറിയൻ എന്തോ ആണ് തോന്നുന്നു. കൊറിയനും ഇംഗ്ലീഷിലും സെൻറ്റൻസ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് പിന്നെ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന പോസ്റ്റേഴ്സാണ്. അതല്ലാതെ ലാസ്റ്റ് കുറേ അധികം പാറ്റേൺ പേപ്പേഴ്സും വരുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാ ഇൻഡിവിജ്വൽ പീസസും കൂടെ ചേർത്തിട്ട് 356 396 പീസസ് എന്തൊക്കെയോ വരുന്നുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് പ്രൈസ് ഈ ഒരു അടിപൊളി ഓർഗനൈസറാണ്. ഈ ഓർഗനൈസർ ഓൾറെഡി ഞാൻ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം യൂസ്ഫുള്ളാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ടേബിൾ ചെറുതാണെങ്കിലോ അല്ലെങ്കിൽ ടേബിളിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓർഗനൈസർ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ഒരു ഓർഗനൈസറിൻ്റെ ടോട്ടലായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ 2 ഓർഗനൈസറാണ്. നല്ല സ്പേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആണ്. ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് ഇട്ട് വെക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് പ്രൈസായിട്ട് വരുന്നത് ഈ ഒരു അടിപൊളി ഓർഗനൈസറാണ്. നമ്മുടെ തേർഡ് പ്രൈസ്, ഇത് ഞാൻ ഇതുവരെ എവിടെയും കാണിച്ചിട്ടില്ല. നമ്മുടെ തേർഡ് പ്രൈസ് ആയിട്ട് വരുന്നത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബാക്ക് പാക്കാണ്. ഈ ഒരു ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ആണ്, സ്കൂൾ കഴിയാറായി, അങ്ങനെയൊക്കെയാണ്. എന്തായാലും അടുത്തൊരു വർഷം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി പട്ടിഷുവർക്കാൻ പറ്റിയൊരു ബാഗാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് പ്രൈസ്. ഇനി നമ്മുടെ ഫോർത്ത് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു ആൽക്കഹോൾ മാർക്കറിൻ്റെ സെറ്റാണ്. ഇത് ഞാൻ ഓൾറെഡി ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. 48 പീസാണ് ഈ ഒരു ആൽക്കഹോൾ മാർക്കറിൻ്റെ സെറ്റിൽ വരുന്നത്. ഈ മാർക്കറിനെ പറ്റി പറയാനാണെങ്കിൽ ഡുവൽ ടിപ്പാണ്. ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബ്രോഡർ ആയിട്ടുള്ള ടിപ്പും മറ്റേത് കുറച്ച് തിന്നായിട്ടുള്ള ടിപ്പുമാണ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒപ്പീനിയൻ പറയാനാണെങ്കിൽ ഞാൻ ഏകദേശം 1 ഇയർ ആയിട്ട് ഈ ഒരു ആൽക്കഹോൾ മാർക്കർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഗൈസ്, ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയല്ലേ സംഭവം?
അപ്പോൾ നമ്മുടെ അടുത്ത പ്രൈസ് ഈ ഒരു കവായി സ്റ്റിക്കർ സെറ്റാണ്. ഇത് ഞാൻ ഓൾറെഡി ഷോർട്സിലും കാര്യങ്ങളിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ നോർമൽ സ്റ്റിക്കർ പോലെയല്ല. ഐ മീൻ ഇതൊരു ഡ്രസ്സപ്പ് ഗേളീസിൻ്റെ ഒരു എഡീഷനാണ്. അതായത് ഏത് തല വേണം, ഏത് ഡ്രസ്സ് വേണം, എന്ത് ഡ്രിങ്ക് കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ തീരുമാനിച്ചിട്ട് അതിനനുസരിച്ച് ഒരുമിച്ചാക്കിയിട്ട് സ്റ്റിക്കറാക്കി ഒട്ടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള കൺസെപ്റ്റ്. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി നമ്മുടെ ആറാമത്തെ പ്രൈസ് ഇതാ ഈ ഒരു ക്രാഫ്റ്റ് സെറ്റാണ്. ഇത് ഞാൻ ഓൾറെഡി 2 തവണ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗിവവേയിൽ എന്തായാലും ഉൾപ്പെടുത്തുന്ന ഒരു സംഭവമാണെന്ന്. അപ്പോൾ ഇതിനകത്ത് പറയാനാണെങ്കിൽ പൈപ്പ് ക്ലീനർ, സ്ട്രോസ്, കുറേ ത്രെഡ്, ഐസ്ക്രീം സ്റ്റിക്ക്, കളേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്ക്, പിന്നെ റംഗീല ടെമ്പററി ഒരു കളറ്, പിന്നെ കുറച്ച് ഗ്ലിറ്റേഴ്സ്, വാഷി ടേപ്പ്, ഫെവിക്കോള്, കുറേ സീക്വൻസ്, പിന്നെ ഇതേപോലത്തെ പോംപോം ബോൾസും തെർമോക്കോൾ ബോൾസും ഗൂഗിളി ഐസും. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ക്രാഫ്റ്റ് സെറ്റിനകത്ത് വരുന്നത്. ഏഴാമത്തെ പ്രൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഒരു ഡെസ്ക് ലാമ്പാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഗിവ് അവേ നടത്തിയ സമയത്ത് ഒരു ഡെസ്ക് ലാമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, ഏകദേശം അതേപോലത്തെ സംഭവമാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു അടിപൊളിയായിട്ടുള്ള വേർഷനാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കാൻ പറ്റും. ഒരു കാറ് പോലത്തെ സെറ്റപ്പാണ്. ഞാനാണെങ്കിൽ ആ സാധനം ഉരുട്ടി കളിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. കാരണം അത്രയ്ക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഈ ഒരു ഉരുട്ടലല്ലാതെ ആ ഇടയിലൊരു ഓട്ട പോലത്തെ സംഭവമില്ലേ, അവിടെ നമുക്ക് കുറച്ച് പെന്നും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ബാക്കിൽ ഒറ്റ തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇങ്ങനെ കളറ് മാറി ലൈറ്റൊക്കെ വരും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുകളിലെ ലാമ്പായിട്ട് ഇത് വർക്ക് ചെയ്യും. ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പവറുണ്ട്, ഭയങ്കര നല്ലൊരു ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഒരു പ്ലഗും ഉണ്ട്. നമ്മുടെ അടുത്ത പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലോക്കാണ്. ഈ ക്ലോക്കല്ല, വേറൊരു അടിപൊളി കുറോമി ക്ലോക്കാണ്. ഇത് നമ്മൾ നേരിട്ട് പോയി വാങ്ങിച്ച സംഭവമായിരുന്നു. ഒരിക്കലൊരു ഷോപ്പിംഗ് ഡേ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട സമയത്ത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഗിവ് അവേയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകണു എന്നൊക്കെ. ആ ഒരു സമയം ഞാൻ എജുമാർട്ടിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചൊരു ക്ലോക്കായിരുന്നു ദാ ഈ ഒരു ക്ലോക്ക്. ഈ ഒരു 9th പ്രൈസാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാണ്. പക്ഷെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തായിരുന്നു. ഇത് ഒരു സിപ്പോ ബോട്ടിലാണ്. കാണാൻ ഭയങ്കര ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഫീല് പോലെ വരുന്നൊരു സംഭവമാണ്. ഇതിൽ നമുക്ക് സ്ട്രോ വെച്ചും കുടിക്കാം, മറ്റേ സൈഡിൽ കൂടി ഇങ്ങനെ വായി വെച്ച് കുടിക്കാനും പറ്റുന്നതാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് ആ ഒരു ഹോള് കറക്റ്റായിട്ട് എന്തിനാണെന്ന് മനസ്സിലായില്ല. പിന്നെ ചൂടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഒരു സംഭവം ഇട്ടിട്ട് പിടിക്കാനും പറ്റും. അടുത്ത പ്രൈസ് ഈ ഒരു ബുക്കും പെന്നും വരുന്ന സെറ്റാണ്. ഇത് ഞാൻ നേരിട്ട് പോയി വാങ്ങിച്ചൊരു സംഭവമായിരുന്നു. ഇത് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല, ഞാൻ പൊട്ടിക്കുന്നുമില്ല. ആർക്കാണോ കിട്ടുന്നത് ആ ആൾ പൊട്ടിച്ചോട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. എന്തായാലും പുറമേ കാണാനായിട്ട് ഫ്രണ്ട്ലി ഹാർട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഷെയ്ക്കേഴ്സൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ 11th പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു യൂണിക്കോണിൻ്റെ പെൻസിൽ കേസാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം പ്രതീക്ഷയൊന്നും ഇല്ലാതെ വാങ്ങിച്ചൊരു ഗിഫ്റ്റായിരുന്നു. പക്ഷേ ഇറ്റ് ടേൺഡ് ഔട്ട് സോ ഗ്രേറ്റ് ബിക്കോസ് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ യൂട്ടിലിറ്റി വേസ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഈ സൈഡിൽ നമുക്കൊരു സിപ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് സാധനങ്ങൾ ഇട്ട് വയ്ക്കാം. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പെന്നോ പെൻസിലോ എന്തെങ്കിലുമൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. താഴെ നമുക്ക് സ്കെയിലും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേസാണ്. ഇനി നമ്മുടെ 12th പ്രൈസ്. ഇത് പിന്നെ ആർക്കും അറിയാത്തതായിട്ടുണ്ടാവില്ലല്ലോ, ഇപ്പോൾ എല്ലാവരുടെയും ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ, കവായി സ്റ്റിക്കർ ഷീറ്റ്. അതായത് 20 സ്റ്റിക്കർ ഷീറ്റ് വരുന്നുണ്ട്. 500-ൽ പരം ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ട്. ഇത് കിട്ടുന്ന ആൾ എന്തായാലും ഭയങ്കര ലക്കി ആയിരിക്കും. കാരണം ആർക്കാ സ്റ്റിക്കർ ഇഷ്ടമല്ലാത്തത്? നമ്മുടെ 13th പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാനറിൻ്റെ സെറ്റാണ്. ഈ ഒരു പ്ലാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള പ്ലാനറാണ്. അങ്ങനെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ നമുക്ക് നോട്ട്സ് എഴുതി കൊടുക്കാം, ഡൂഡിൽ ചെയ്യാം, മീൽ പ്രപ്പ് ചെയ്യാം, പിന്നെ പെർഫോമൻസ് ആ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കാം. പിന്നെ അതല്ലാതെ നമ്മുടെ ആ ഒരു ഡേയ്ക്ക് വേണ്ടിയുള്ള അഫർമേഷൻ എന്താണ്, എന്തൊക്കെയാണ് ടു ഡു ലിസ്റ്റ്, പിന്നെ നോട്ട്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലാനറിനകത്ത് ഇൻവോൾവ് ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ 14ാമത്തെയും 15ാമത്തെയും പ്രൈസ് സെയിം പ്രൈസ് തന്നെയാണ്. ഈ ഒരു ക്യൂട്ടായിട്ടുള്ള നോട്ട്ബുക്ക്. ഈ ഒരു നോട്ട്ബുക്ക് മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഈ ഒരു വാഷി ടേപ്പിൻ്റെ സെറ്റും കൂടെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ 14th പ്രൈസ്. നമ്മുടെ 15th പ്രൈസ് നോക്കുകയാണെങ്കിലും സെയിം തന്നെയാണ്. ഈ ഒരു ബുക്കും പിന്നെ അതേപോലത്തെ ഒരു വാഷി ടേപ്പിൻ്റെ സെറ്റും കൂടെയാണ് നമ്മുടെ 15th പ്രൈസ് വരുന്നത്. ഇത്രയും നേരം സംസാരിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാക്കൊക്കെ കുഴയാൻ തുടങ്ങി.
ഇനി ഫൈനലായിട്ട് ഗൂഗിൾ ഫോം എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കാണുന്ന വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ്. ഇനി ആർക്കെങ്കിലും ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ലേ, അതിൻ്റെ ടൈറ്റിലിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ആവും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഡെമോ പോലെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തന്നതാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ വേണം ചെക്ക് ചെയ്യാനായിട്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഫോം ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഗൂഗിൾ ഫോം ഒറ്റൊരു തവണ മാത്രമേ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ എന്താണോ അടിച്ചു കൊടുത്തത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ പുതിയൊരു റെസ്പോൺസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഈവൻ നിങ്ങൾ ഫില്ലിന് ന്യൂ റെസ്പോൺസ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും അത് ഓപ്പൺ ആവില്ല. അപ്പോൾ ഒറ്റൊരു തവണ മാത്രം കറക്റ്റായിട്ട് നോക്കി ചെയ്യുക. അപ്പോൾ ഇതിൽ ഈ ഒരു ഗൂഗിൾ ഫോമിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെയിം അടിച്ചു കൊടുക്കാം, നിങ്ങളുടെ ഏജ് അടിച്ചു കൊടുക്കുക, പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക, പിൻകോഡ് അടിച്ചു കൊടുക്കുക. പിൻകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു കോഡാണ്, അത് വീട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ലാവും. ഇനി എന്തെങ്കിലും നിങ്ങൾ തെറ്റി അടിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് യുവർ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധനവും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. അത്രയേ ഉള്ളൂ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളത്. 20 മിനിറ്റ് സംസാരിച്ച് എൻ്റെ കാറ്റ് പോറായി ഗൈസ്. ഞാൻ പോയി വെള്ളം കുടിക്കട്ടെ. നിങ്ങളിപ്പോൾ തന്നെ കണ്ട് ആ ഗൂഗിൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ ഫെബ്രുവരി തന്നെ നമ്മൾ 500K ആവുകയാണെങ്കിൽ ഇതേപോലെ ഒരു അടിപൊളി ഗിവ് അവേ നമുക്ക് നെക്സ്റ്റ് മന്ത് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.